നമസ്കാരം. കണ്ണൂർ മുൻ എ.ഡി.എം. കെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ നടന്നിട്ടിപ്പോൾ 1 വർഷവും 7 മാസവും തികയുകയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയും പോലീസും ചേർന്ന് അട്ടിമറിക്കാൻ നോക്കിയ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറാൻ പുതിയ UDF സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. മെയ് 29 വെള്ളിയാഴ്ച മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം. ഇതോടെ പോലീസിന്റെ കുറ്റപത്രത്തിൽ PP ദിവ്യ എന്ന ഒരൊറ്റ പ്രതിയിൽ മാത്രം ഒതുക്കി തീർക്കാൻ നോക്കിയ ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയാണ് ഇനി CBIക്ക് മുന്നിൽ പൊളിയാൻ പോകുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വലിയ പ്ലാൻ ഉണ്ടെന്ന് കുടുംബം തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. ദിവ്യയെ വെറും ഡമ്മിയാക്കി ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത ആ വൻമരം ആരാണെന്ന ചോദ്യത്തിനാണ് ഇനി CBI ഉത്തരം കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് SFIയിലൂടെയും DYFIയിലൂടെയും വളർന്ന് കണ്ണൂരിലെ CPMന്റെ ഏറ്റവും ശക്തിയായ വനിതാ മുഖമായി മാറിയ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ വരെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്ന PP ദിവ്യ എങ്ങനെ പെട്ടെന്ന് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്. ഇതിന് പിന്നിൽ CPM നേതാവ് MV ഗോവിന്ദനും ഭാര്യ PK ശ്യാമളയും നടത്തിയ കടുത്ത ചരട് വലികളാണെന്ന വിവരങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. മുൻപ് ആന്തൂരിൽ പ്രമുഖ വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൂട്ടിലായ PK ശ്യാമളയെ വരും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കാൻ ഗോവിന്ദന് നല്ല താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ശ്യാമളയേക്കാൾ ജനപ്രീതിയും യോഗ്യതയുമുള്ള PP ദിവ്യ കണ്ണൂരിൽ നിലനിൽക്കുമ്പോൾ ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിനെതിരെ ചോദ്യങ്ങൾ ഉയരുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നവീൻ ബാബുവിന്റെ വിഷയം ഉണ്ടായ ഉടൻ തന്നെ PP ദിവ്യയെ കറിവേപ്പില പോലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനും ഗോവിന്ദൻ തിടുക്കം കൂട്ടിയത്. PK ശ്യാമളയ്ക്കെതിരെയുള്ള പഴയ ആന്തൂർ ആത്മഹത്യ ആരോപണങ്ങൾ മറച്ചുവെക്കാനും ദിവ്യയെ തകർക്കാനുമുള്ള ഗോവിന്ദന്റെ ഈ ഒരു തന്ത്രപരമായ നീക്കമാണ് ദിവ്യയെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ അനാഥയാക്കിയത്. പോലീസിന്റെ കുറ്റപത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 2024 ഒക്ടോബർ 14 കളക്ടറേറ്റ് ഹാളിലെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ വന്ന് ദിവ്യ നവീൻ ബാബുവിനെ അപമാനിക്കുന്നത്. ഇതിനായി അവർ ഒരു ലോക്കൽ ചാനലിനെ കൂട്ടി വരികയും തന്റെ പ്രസംഗത്തിന്റെ വിഷ്വലുകൾ വാങ്ങി സ്വന്തം മൊബൈൽ ഫോൺ വഴി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15 രാവിലെ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നവീൻ ബാബു പെട്രോൾ പമ്പിന് NOC നൽകാൻ കൈക്കൂലി വാങ്ങി എന്ന് ദിവ്യ ആരോപിച്ചെങ്കിലും അതിന് യാതൊരു തെളിവുമില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ തെളിഞ്ഞതുമാണ്. ഇവിടെയാണ് CBIയുടെ ചോദ്യം ചെയ്യലിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങാൻ പോകുന്നത്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തൻ യഥാർത്ഥത്തിൽ ആരുടെ ബിനാമിയാണ്? ആ ബിനാമിക്ക് പിന്നിലുള്ള കണ്ണൂരിലെ ആ ഒരു നേതാവ് ആരാണ്? ഈ കാര്യങ്ങളെല്ലാം ഇനി ദിവ്യയ്ക്ക് CBIക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വരും. ആർക്കോ വേണ്ടി കരുതിക്കൂട്ടി ബലിയാടാകാൻ ഫെയർവെൽ ചടങ്ങിലേക്ക് നിയോഗിക്കപ്പെട്ട ദിവ്യ വായ തുറക്കുന്നതോടെ MV ഗോവിന്ദന്റെയും PK ശ്യാമളയുടെയും കള്ളക്കളികൾ പുറത്താകും. അതുകൊണ്ട് തന്നെ ദിവ്യയെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ CPM. കേസിൽ പ്രതി ചേർത്ത PP ദിവ്യയെ മുൻപ് പിണറായി ഭരണകൂടവും പാർട്ടിയും ചേർന്ന് തെളിവുകൾ നശിപ്പിക്കാനും CBI അന്വേഷണം മാറ്റിവെപ്പിക്കാനും പരമാവധി സഹായിച്ചിരുന്നു. കേവലം ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചാർത്തി ദിവ്യയെ രക്ഷിച്ചെടുക്കാനായിരുന്നു അവരുടെയൊക്കെ ശ്രമം. കാരണം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന കുടുംബത്തിന്റെ സംശയം അന്വേഷിച്ചാൽ പാർട്ടിയിലെ പല ഉന്നതരുടെയും തല ഉരുളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കളം മാറിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജേന ദിവ്യയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചിരുന്നല്ലോ. അവരെ സകല പരിപാടികളിൽ നിന്നും അന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ കേസിനി CBIയിലേക്ക് പോകുന്നതോടെ CPM പൂർണ്ണമായും വെട്ടിലാകും. സംരക്ഷിച്ചാലും ശിക്ഷിച്ചാലും പാർട്ടി തകരുന്ന അവസ്ഥ. നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ പിന്നിൽ നിന്ന് കളിച്ച കമ്മ്യൂണിസ്റ്റ് മാഫിയയുടെ മുഖംമൂടി CBI വലിച്ചു കീറുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. കണ്ണൂരിലെ കരുത്തുറ്റ വനിതാ മുഖമായിരുന്ന PP ദിവ്യയെ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്തി വെറും ഒരു ബലിയാടാക്കി മാറ്റിയതിന് പിന്നിൽ MV ഗോവിന്ദനും ഭാര്യ PK ശ്യാമളയും നടത്തിയ വൻ ചരട് വലികളാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. നവീൻ ബാബുവിനെ ആസൂത്രിതമായി ഇല്ലാതാക്കി അത് വെറും ഒരു ആത്മഹത്യാ പ്രേരണയാക്കി തീർത്ത് വലിയ വൻമരങ്ങളെ സംരക്ഷിക്കാനാണ് പിണറായിയുടെ പോലീസ് മുൻപ് നോക്കിയിരുന്നത്. എന്നാൽ ആ ഒരു നീക്കം ഉപരോധിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കേസ് CBIക്ക് വിടുകയാണ്. കരിമണൽ പമ്പ് ലൈസൻസിന്റെ മറവിൽ കൈക്കൂലി നാടകം കളിച്ച പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്ന് CBI കണ്ടെത്തുന്നതോടെ CPMന്റെ വലിയ അഴിമതി കോട്ടകൾ തകർന്നടിയും. അന്ന് സംരക്ഷിച്ച പാർട്ടിക്കാർ ഇന്ന് കൈവിട്ടപ്പോൾ PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു.